ഞാൻ ഡോക്ടർ അഖിലിനെ കാണാൻ വരുന്നത് വെച്ചാൽ എൻ്റെ കാലിൻ്റെ പാദത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ വെറും ഒരു മരുന്ന് മാത്രം കൊടുത്ത് സുഖപ്പെടുത്തുന്ന അല്ല. പുള്ളി യോഗയും കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. വർക്കൗട്ട് ചെയ്തിട്ടും എനിക്കിങ്ങനെ വന്നത് അങ്ങനെ ഒരു വിഷമം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാളെ തന്നെ ഞാൻ വരുന്നത്. കാര്യം വെച്ചാൽ അദ്ദേഹവും കളരിയും യോഗയൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണ് അദ്ദേഹം. അപ്പം അതായത് പറഞ്ഞത് നമുക്ക് മരുന്ന് കഴിക്കാതെ എങ്ങനെ അത് സുഖപ്പെടുത്താം എക്സസൈസിലൂടെ. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് മരുന്ന് കഴിക്കാതെ, അപ്പം ഞാനും കൂടുതലും മരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല. ഇംഗ്ലീഷ് മരുന്ന് പൊതുവെ ഉപയോഗിക്കത്തില്ല. ഞാൻ പണ്ട് പോലെ അങ്ങനെയാണ്. അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ പോയി ഒരു ഹോമിയോയിൽ പനിയൊക്കെ വരുമ്പോൾ മരുന്ന് മേടിക്കും, അങ്ങനെയാണ്. പക്ഷെ അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ കാലിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോഴേ പറയാം ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ആദ്യത്തെ ദിവസം വന്ന് കണ്ടപ്പോൾ എൻ്റെ ശരീരം എല്ലാം പിടിച്ചു നോക്കി, നാടി എല്ലാം പിടിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല, അതുകൊണ്ടാണ് അത് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ അങ്ങനെ എടുത്ത് വന്ന് എനിക്കാണെങ്കിൽ ഡ്യൂട്ടി പോലീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ പറയും അതിരാവിലെ നമുക്ക് 4 മണിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം 4 മണിയാണ്. അങ്ങനെ എനിക്ക് വേണ്ടി അദ്ദേഹം ആ സമയം കണ്ടെത്തി ഞാൻ രാവിലെ 4:30 ആകുമ്പോൾ 5 മണിക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ അതെനിക്ക് ഒരുപാട്, അതാണ് ഏറ്റവും വലുത്. നമ്മളെ രോഗിയുടെ വിഷമം അറിഞ്ഞുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തിരുമുകയും അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ എക്സസൈസ് പറയുകയും വരികയും. അപ്പോൾ അതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വന്നതിനെക്കാട്ടി ഒരുപാട് ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് മാറിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞു തന്ന എക്സസൈസ് പിന്തുടരുകയാണെന്നുള്ള. പുള്ളി പറഞ്ഞതെന്ന് ഒരു കാര്യമുള്ളൂ, നമ്മുടെ വാഹനം സർവീസ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരം വർഷത്തിൽ ഒരിക്കലെങ്കിലും സർവീസ് ചെയ്യും. ഞാനിപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പണ്ടുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്. ഒന്ന് എണ്ണ ഇട്ട് തിരുകുകയും അറിയാവുന്ന ഒരാളെ കൊണ്ട് അത് കൈകാര്യം ചെയ്യിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരാളെ ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ കിട്ടുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സുഖം, എൻ്റെ ഈ ഒരു പ്രശ്നം അസുഖം മാറ്റുന്ന അതിനോട് ഒരുപാട് സ്നേഹമുണ്ട്. ഇനിയും അദ്ദേഹത്തിന് ഇതിനെക്കൊണ്ട് ഒരുപാട് പേഷ്യൻസിനെ സുഖപ്പെടുത്തി കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.